ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് മാങ്ങ പുളിയോര ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നല്ല പച്ചമാങ്ങ വേണം, അധികം പുളിയില്ലാത്തത്. നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മളുടെ ഈ കിളിമൂക്കൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് തോല് കളഞ്ഞുള്ളൂ. തോല് കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചീവിയെടുക്കാം. അപ്പോൾ മാങ്ങ ചീവിയിട്ട് ഇത്ര വന്നൊരു ബൗൾ നിറച്ചുകൊണ്ട് കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് വെച്ച ചോറാണ്. 1 ഗ്ലാസ് പച്ചരി വേവിച്ച ചോറാണ് കേട്ടോ. ഇത് നമ്മളുടെ പുലാവൊക്കെ ഉണ്ടാക്കണം ആ അരി. പിന്നെ ഒരു സവാള വേണം, പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും ഒക്കെ നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ടാമറിൻ റൈസാണ് ശരിക്കും പുളിയോദര. മാങ്ങ ഇട്ടതുകൊണ്ട് മാങ്ങ പുളിയോദര കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാമല്ലോ. ഇത്രയുണ്ട് ഈ അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് വറുത്തിടാൻ കടുക്, വറ്റൽ മുളക്, കറിവേപ്പില, ഇത് കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഞാൻ ഇന്ന് നല്ലെണ്ണ അല്ല ഉപയോഗിക്കുന്നത്, സാധാരണ ഓയിലാണ് കേട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഈ അരിഞ്ഞ് വെച്ച് നമ്മുടെ പച്ചമുളക്, സവാള അത് റെഡിയാണ്. പിന്നെ മല്ലിയില വേണം കുറച്ച്. പിന്നെ കുറച്ച് ചീവിയ ക്യാരറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചീവിയ മാങ്ങ വെച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി വേണം കുറച്ച്, നിലക്കടല, പച്ച നിലക്കടല കുറച്ച് വേണം. പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ ഇഷ്ടമാണെങ്കിൽ ഉഴുന്നുപരിപ്പും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട് കേട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇപ്പോൾ റെഡിയാണ്. പിന്നെ ലാസ്റ്റ് ഞാനൊരു സാധനം ചേർത്തി കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും ചേർത്തി കൊടുത്തോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നമ്മളൊരു സാധനം ചേർത്തി കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടുള്ളൂ വീഡിയോ. നല്ല ടേസ്റ്റിയാണ്. ഈ മാങ്ങക്കാലം തീരണം മുൻപ് തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നല്ലെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നമ്മുടെ ഓയിൽ. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മളുടെ കടുകും, മുളക്, കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ നിലക്കടല ഇട്ടു, കപ്പലണ്ടി ഇട്ടു. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് ഇട്ടു, പച്ചമുളക്, ഉള്ളി, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട, ഭയങ്കര മഞ്ഞ കളറായ കാണാൻ രസം ഉണ്ടാവില്ല. ലൈറ്റായിട്ടുള്ളൊരു മഞ്ഞ നിറം മതി ഇട്ടുള്ളൂ. അപ്പോൾ ഒരു തുള്ളി, കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈ ആവരുതേ, ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഞാനപ്പോൾ എണ്ണ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കാം കേട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇന്നത്തെ ഹീറോ നമ്മുടെ മാങ്ങയല്ല. പിന്നെ ഈ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അധികം പുളിയില്ലാത്ത ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊത്തമല്ലിയുടെ ഇല ഇട്ട് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ഒരു ചോറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലെമൺ റൈസിനേക്കാളും ടേസ്റ്റാണ് ഈ മാംഗോ റൈസ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതെല്ലാം ഒന്ന് നമ്മുടെ പുളി ഒന്ന് ബാലൻസ് ആവാൻ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ ചോറ് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി രാത്രി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ലാസ്റ്റ് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉലർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കൂട്ടി എണ്ണയാണെങ്കിൽ എടുത്തോളൂ കേട്ടോളൂ, കുഴപ്പമില്ല. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോളൂ. മറക്കില്ലല്ലോ, ഹൈപ്പും ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. കുറച്ച് തേങ്ങ ചെരുവിയത് കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഇടയിലിടയിൽ അത് കടിക്കാൻ കിട്ടില്ലേ, നല്ല ടേസ്റ്റിയാണ് ഈ ചോറ്. ഇതിൻ്റെ കൂടെ വെറും പപ്പടം അല്ലെങ്കിൽ അപ്പളം, കൊണ്ടാട്ടം ഇത് മാത്രം മതി കഴിക്കാൻ. പക്ഷെ വേറെ ഒന്നും തന്നെ ഇല്ലാതെ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങ പുളിയോര. അപ്പോൾ തമിഴ്നാട്ടിൽ പുളിയോദര, ആന്ധ്രയിൽ പുളിയോര, പിന്നെ നമ്മളുടെ കർണാടകയിൽ പുളിയോഗര, മറ്റേ കൈരീബാത്ത്, നമ്മുടെ നോർത്തിലും മഹാരാഷ്ട്രയിലും കൈരീബാത്ത് എന്ന് പറയും. അപ്പോൾ പുളിയോദര ആണ് ശരിക്കും ടാമറിൻ റൈസാണ്. ഇത് മാങ്ങ ഇട്ടുകൊണ്ട് മാങ്ങ പുളിയോര, മാങ്ങാ ചോറെന്നോ മാങ്ങാ സാദം എന്നൊക്കെ പറയാട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാംഗോ റൈസ് അല്ലെങ്കിൽ മാങ്ങ പുളിയോര റെഡി ആയിട്ടുണ്ട്. ഇത് മിസ് ചെയ്യരുത്. മാങ്ങാക്കാലം തീരണം മുമ്പ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. കാണാൻ നോക്ക് എന്തൊരു ഭംഗിയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടുള്ളൂ. ഓക്കെ, ബൈ.